ഗുഡ് മോർണിംഗ്. നമ്മളിനി സാമ്പിളിംഗ് തിയറിയുടെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സാമ്പിളിംഗ് ടെക്നിക്സ് ആണ്. ഈ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് മെത്തേഡ്സ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ മെത്തേഡാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേരിയസ് മെത്തേഡ്സ് അവൈലബിൾ ഫോർ സെലക്ടിങ് സാമ്പിൾസ് ക്യാൻ ബി ഗ്രൂപ്ഡ് അണ്ടർ 2 മേജർ ഹെഡ്സ്: റാൻഡം സാമ്പിളിംഗ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്. പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു ടോട്ടൽ മെത്തേഡ്സിനെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് മെയിനായിട്ട് തിരിക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നോൺ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ 2 മെയിൻ മെത്തേഡ്സിൻ്റെ കീഴിൽ നമുക്ക് ഈ ഒരു ടോട്ടൽ മെത്തേഡ്സിനെയൊക്കെ ഡിവൈഡ് ചെയ്തിടാം. സോ നമുക്ക് ഈ മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Probability sampling or random sampling. Probability sampling design is based on probability for the selection of each item. Probability sampling is also known as random sampling or chance sampling. In this method, each item has its own chance for being selected. ഈ ഒരു പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ മെയിനായിട്ട് നമ്മൾ പ്രോബബിലിറ്റിയുടെ ബേസിലാണ് ഈ ഒരു സെലക്ഷൻ നടത്തുന്നത്. ഇതിനെ നമ്മൾ മറ്റൊരു പേര് റാൻഡം സാമ്പിളിംഗ് എന്ന് അല്ലെങ്കിൽ ചാൻസ് സാമ്പിളിംഗ് എന്ന് പറയും. ഈ മെത്തേഡിനകത്ത് എല്ലാ ഐറ്റവും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്. ഇൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വി ക്യാൻ മെഷർ ദ എറേഴ്സ് ഓഫ് എസ്റ്റിമേഷൻ. Also, it ensures a law of statistical regularity. That is why probability sampling is considered as the best technique for selecting representative sample. ഈ ഒരു പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് നമുക്ക് എസ്റ്റിമേഷൻ്റെ എറേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റീനെ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് സാമ്പിൾ സെലക്ട് ചെയ്യാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. In a finite population, it is possible to assign probability for each item's selection, but it is difficult to explain the concept of random sample when the population is infinite. ഒരു ഫൈനൈറ്റ് പോപ്പുലേഷൻ ആണെങ്കിൽ ഇങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെ സെലക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു റാൻഡം സാമ്പിളിൻ്റെ കൺസെപ്റ്റ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. റാൻഡം സാമ്പിളിംഗ് മേ ബി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആൻഡ് കോംപ്ലക്സ് random sampling, stratified sampling, systematic sampling and cluster sampling are known as the complex random sampling designs. ഈ ഒരു റാൻഡം സാമ്പിളിങ്ങിനെ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നും അതുപോലെ തന്നെ കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അതുപോലെ തന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഒക്കെയാണ് ഈ ഒരു കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് ഡിസൈനിൻ്റെ കീഴിൽ വരുന്നത്. ഇനി നമുക്ക് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അതുപോലെ കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Simple random sampling or SRS. A simple random sample is a sample selected from a population in such a way that every member of the population has an equal chance of being selected, and selection of any individual does not influence the selection of other. അപ്പോൾ ഈ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനകത്ത് നമ്മളൊരു പോപ്പുലേഷൻ കൺസിഡർ ചെയ്യും. ആ ഒരു പോപ്പുലേഷനകത്ത് ഈച്ച് ആൻഡ് എവറി മെമ്പറിന് ആ ഒരു സാമ്പിളിലേക്ക് സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുമാത്രമല്ല ഒരു മെമ്പർ സെലക്ട് ആയത് മറ്റൊരു മെമ്പറിനെ സെലക്ഷനെ എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാമ്പിളിങ്ങിനെ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദി സെലക്ഷൻ പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ചാൻസ്. സോ personal bias of the investigator will not be present in samples selected. Random samples may be selected by lottery method or from random number tables. ഇപ്പോൾ ഈ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലെ സെലക്ഷൻ എന്ന് പറയുന്നത് പ്യുവർലി ചാൻസ് ബേസ് ആയിരിക്കും. അതായത് ഒരു ലക്കിൻ്റെ ബേസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സാമ്പിളിലേക്ക് സെലക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ബയസ് ക്യാരക്ടേഴ്സ് നമുക്ക് ആ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ എഫക്റ്റ് ചെയ്യത്തില്ല. ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് 2 മെത്തഡ്സ് വഴിയാണ്. ഒന്ന് ലോട്ടറി മെത്തേഡ്, അതുപോലെ തന്നെ സിമ്പിൾ റാൻഡം നമ്പർ ടേബിൾസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ലോട്ടറി മെത്തേഡ് നമുക്ക് ഫെമിലറൈസ് ആയിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ലോട്ടറി എടുക്കത്തില്ല. ആ ഒരു മെത്തേഡാണ് ശരിക്കും ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ഐറ്റംസ് ഓഫ് ദ യൂണിവേഴ്സ് ആർ നമ്പേർഡ് or named on separate slips of paper of identical size and shape. The slips are then folded and mixed up in a container. A blindfold selection is then made on the number of slips required to constitute the desired size of sample. While preparing slips, it must be seen that slips are of identical size, shade, color, etc. Otherwise, there is a possibility of selecting a particular slip. The selection of items can be made by some mechanical processes also.
ലോട്ടറി മെത്തേഡ് എല്ലാവർക്കും തന്നെ ഫെമിലർ ആയിരിക്കും. ഇതിനകത്ത് നമ്മളെന്താ ചെയ്യുന്ന ഒരു പീസ് ഓഫ് പേപ്പറിൽ ഐഡൻറ്റിക്കൽ പീസ് ഓഫ് പേപ്പർ, അതിൻ്റെ ആ ഒരു എടുക്കുന്ന എല്ലാ പേപ്പറിൻ്റെ സൈസ്, കളറ്, ഷേപ്പ് എല്ലാം തന്നെ സിമിലർ ആയിരിക്കണം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ ഒരു പോപ്പുലേഷനിലുള്ള ഈച്ച് ആൻഡ് എവറി ഐറ്റത്തിനെ ഒന്നുകിൽ നമ്പർ ചെയ്യും അല്ലെങ്കിൽ നെയിം ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ആ ഒരു ബ്ലൈൻഡ് ഫോൾഡായിട്ട് നമ്മൾ അതിൽ നിന്ന് റാൻഡമായിട്ട് സ്ലിപ്പ് സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. ലോട്ടറി മെത്തേഡ് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഓർക്കുക, ഈ ഒരു ലോട്ടറി മെത്തേഡ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ കീഴിൽ വരുന്ന. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ആണ്. യൂസിങ് റാൻഡം നമ്പർ ടേബിൾ വി ക്യാൻ സെലക്ട് റാൻഡം സാമ്പിൾസ് ഇൻ എ ഈസി മാനർ. സെവറൽ സ്റ്റാൻഡേർഡ് ടേബിൾസ് ഓഫ് റാൻഡം നമ്പേഴ്സ് ആർ അവൈലബിൾ. ടിപ്പെറ്റ്സ് റാൻഡം നമ്പർ ടേബിൾസ്, ഫിഷർ ആൻഡ് യേറ്റ്സ് tables, Kendall and B.B. Smith tables, C.R. Rao tables, etc. Tippett's table of random numbers contains series of random digits arranged in rows and columns. ഇനി മറ്റൊരു മെത്തേഡാണ് റാൻഡം നമ്പർ ടേബിൾ എന്ന് പറയുന്നത്. ഈ റാൻഡം നമ്പർ ടേബിളിൽ നമുക്ക് റാൻഡമായിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. ഇതിന് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടേബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. കൊടുത്തിട്ടുള്ള ടേബിൾസിൻ്റെ പേരൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടിപ്പെറ്റ്സ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സിനകത്ത് റാൻഡമായിട്ട് കുറേ ഡിജിറ്റ്സ് റോസ് ആൻഡ് കോളംസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് സാമ്പിൾസ് എടുക്കുന്നത്. റാൻഡം നമ്പേഴ്സ് അവോയ്ഡ് എനി ബയസ് ഇൻ സെലക്ടിങ് ദ സാമ്പിൾ. ദ റാൻഡം നമ്പേഴ്സ് ആർ സോ prepared that they fulfill the criterion of complete randomness. Application of the tables of random numbers involves the following step. Each member of the population is assigned a number from some random point of the table of random numbers. The random numbers are read out. The items whose numbers are identical with the random numbers selected are included in the sample. The selection of the item is continued till the desired number of the items are selected. Since the selection of item in a simple random sample depends entirely on chance, there is no possibility of personal bias. ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഒരു പോപ്പുലേഷനകത്തെ ഈച്ച് ആൻഡ് എവറി മെമ്പർ നമ്മളൊരു റാൻഡം നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഈ ഒരു ടേബിളിനകത്തൊരു സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ് റോസ് ആൻഡ് കോളംസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് ഏതെങ്കിലും ഒരു റാൻഡം മെത്തേഡ് വഴി നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യും. ആ ഒരു നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ടേബിളിൽ വന്നിരിക്കുന്ന നമ്പറും നമ്മൾ പോപ്പുലേഷന് കൊടുത്തിരിക്കുന്ന നമ്പർ തമ്മിൽ ഏതാണ് മാച്ച് ആയിട്ടുള്ളത് അത് നമ്മൾ സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യും. അങ്ങനെ എത്ര മെമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് എത്ര യൂണിറ്റ് നമ്മുടെ സാമ്പിളിന് വേണം നമ്മൾ നോക്കും. അത്രയും യൂണിറ്റ് നമ്മളിങ്ങനെ ഒരു റാൻഡം മെത്തേഡ് വഴി സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെയും സാമ്പിളിലേക്കുള്ള സെലക്ഷൻ പ്യുവർലി ചാൻസ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബയസ് ഈ ഒരു മെത്തേഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. Assumptions in a simple random sample. All the items of the sample are selected independent of one another, and all the item in population have the same chance of being included in the sample. ഈ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിൻ്റെ മെയിൻ അസംഷൻ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സാമ്പിളിലേക്ക് സെലക്ട് ആയിട്ടുള്ള യൂണിറ്റ്സിൻ്റെ സെലക്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് വൺ അനദർ ആയിരിക്കും. അതുതന്നെയല്ല, ആ ഒരു ടോട്ടൽ പോപ്പുലേഷനിലെ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിന് ആ ഒരു സാമ്പിളിലേക്ക് സെലക്റ്റഡ് ആകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിൻ്റെ മെയിൻ അസംഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി നമുക്ക് കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് ഡിസൈൻ നോക്കാം. ഇതിനെ നമ്മൾ മിക്സഡ് സാമ്പിളിംഗ് ഡിസൈൻസ് എന്ന് പറയും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് അണ്ടർ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ടെക്നിക് മേ റിസൾട്ട് ഇൻ കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് ഡിസൈൻസ്. ദേ ആർ ഓൾസോ നോൺ ആസ് മിക്സഡ് സാമ്പിളിംഗ് ഡിസൈൻ since both probability and non-probability procedures are applied in this method. Some of the popular complex random samplings are stratified sampling, systematic sampling, cluster sampling, multi-stage sampling, and sequential sampling, etc. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ബോത്ത് പ്രോബബിലിറ്റി ആസ് വെൽ ആസ് നോൺ പ്രോബബിലിറ്റി പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള കോംപ്ലക്സ് റാൻഡം സാമ്പിളിങ്സ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ്, സിസ്റ്റമാറ്റിക്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ്, അതുപോലെ തന്നെ സീക്വൻഷ്യൽ സാമ്പിളിംഗ് ഒക്കെയാണ്. നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം. If the field of inquiry is not homogeneous and contains variety of items, this type of sampling is adopted. In this method, we first divide the population into different subpopulations known as strata, such that items in each stratum are homogeneous. Various strata are formed in such a way that items within every stratum are homogeneous in character. From each stratum, items are selected by simple random sampling method. ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് നമ്മൾ മെയിനായിട്ട് എപ്പോഴാണ്
യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ടോട്ടൽ പോപ്പുലേഷനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് ഉള്ളപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് സ്റ്റുഡൻസ് വേണമെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിങ് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം BBA ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ കുറേ സ്റ്റുഡൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ വേറെ കുറച്ച് സ്റ്റുഡൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്റ്റുഡൻസ് റെപ്രസെൻറ്റ് ചെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാനും നമ്മൾ സാധാരണ ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് നമ്മുടെ പോപ്പുലേഷനിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്ത് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങനെ ഓരോ സെക്ഷനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റയ്ക്കകത്തെ ഐറ്റംസ് എല്ലാം തന്നെ ഹോമോജീനിയസ് ആയിരിക്കും. ഇപ്പം കോളേജിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഓരോ സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്യും. വിത്തിൻ ദാറ്റ് സ്ട്രാറ്റ ഒരു ഐറ്റം സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് സെയിം ആയിരിക്കും. വിത്തിൻ ദാറ്റ് സ്ട്രാറ്റ നമ്മളൊരു ഐറ്റം സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും. For example, if you want to study the consumption pattern of the people in Kerala may be divided into a number of zones. From each zone, a sample may be taken at random. This method has the advantage of a simple random sample method, and also different groups in the population get representation. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരുടെ കൺസംഷൻ പാറ്റേൺ സ്റ്റഡി ചെയ്യണമെങ്കിൽ അവർ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനകത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. സോ നമ്മൾ ആദ്യമേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കേരളനെ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഓരോ സോണിനെ ഓരോ സാമ്പിളായിട്ട് എടുത്തിട്ട് ആ ഒരു സാമ്പിളിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ളത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വഴി ആ ഒരു സാമ്പിളിൽ നിന്ന് ഓരോ ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യും. ഇങ്ങനെ വരുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി സോൺ ഗെറ്റ് ദ റെപ്രസെൻറ്റേഷൻ. നമ്മൾ ഒരു സോണിനെ തന്നെ പ്രാമുഖ്യം കൊടുക്കുന്നില്ല, മറ്റ് സോൺസിൽ നിന്നും കൂടെ റെപ്രസെൻറ്റേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡ് റെഡ്യൂസസ് ടൈം ആൻഡ് എക്സ്പെൻസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. There is little possibility of any essential group of the population being completely excluded, as items in each stratum are homogeneous. Stratified sampling ensures greater accuracy. Stratified sampling is a mixed sampling since it consists itself both purposive sampling and random sampling. Strata are purposefully formed and are usually based on past experience and personal judgment of the statistician. ഈ ഒരു മെത്തേഡിന് കുറേ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് ടൈമും അതുപോലെ തന്നെ എക്സ്പെൻസും റെഡ്യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ ഓരോ പോപ്പുലേഷനെയും ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു പോപ്പുലേഷൻ്റെ ടോട്ടൽ റെപ്രസെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു സെക്ഷൻ്റെ ഇത് എക്സ്ക്ലൂഡായി പോകത്തില്ല. എല്ലാ സെക്ഷനെയും നമ്മൾ ഈ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഓരോ സ്ട്രാറ്റയ്ക്കകത്തെയും ഐറ്റംസ് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ചാൻസ് ഓഫ് ആക്യുറസി നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി കിട്ടും. ഇനി ഇതിൻ്റെ മെറിറ്റ്സും അതുപോലെ തന്നെ ഡിമെറിറ്റ്സും നിങ്ങൾ തന്നെ നോക്കാം. ഇനി നമുക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് പോപ്പുലർലി യൂസ്ഡ് ഇൻ ദോസ് കേസസ് വെയർ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് സാമ്പിൾ ഈസ് ടു ബി ഡ്രോൺ is available. Under this method, the items in the population are included in intervals of magnitude k. From every interval, select an item by simple random sampling method. Therefore, between two items selected, there is an interval k. ഇതിനകത്ത് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ സ്റ്റഡി നടത്തുന്ന ആ ഒരു ടോട്ടൽ പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ മെയിനായിട്ട് നടത്തുന്നത്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഈ ഒരു ടോട്ടൽ പോപ്പുലേഷനെ ഡിഫറെൻറ്റ് ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഇൻ്റർവെല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് k ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഓരോ ഇൻ്റർവെല്ലിലും വന്നിട്ടുള്ള ഐറ്റംസിനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വഴി സെലക്ട് ചെയ്യും. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? രണ്ട് ഐറ്റം സെലക്ട് ചെയ്തതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? k ആയിരിക്കും. കാരണം നമ്മൾ ഈച്ച് ആൻഡ് എവറി ഇൻ്റർവെല്ലായിട്ടാണ് ഈ ഒരു പോപ്പുലേഷൻ ടോട്ടലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ ഇൻ്റർവെല്ലിൽ നിന്ന് ഓരോ ഐറ്റം നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വഴി എടുക്കും. ആ ഇൻ്റർവെല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് k ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് ഐറ്റം തമ്മിലുള്ള ഇടയ്ക്കുള്ള ആ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? k തന്നെയായിരിക്കും. എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, when there are 1000 items in a population and we want to draw a sample of 200 items, then the interval is equal to 5. From the first interval, select an item by simple random sample method.
Thereafter, the item selected will be with a gap of 5. If first selected is third item, then the item in the sample will be third, eighth, etc. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ, നമുക്കൊരു ടോട്ടൽ പോപ്പുലേഷൻ 1000 ഐറ്റംസ് ഉണ്ടെന്ന് വെച്ചു. ആ ഒരു 1000 ഐറ്റംസിനകത്തുനിന്ന് നമുക്ക് 200 ഐറ്റംസ് ഉള്ള ഒരു സാമ്പിൾ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർവൽ ഓഫ് 5 ആണ് എടുക്കുന്നത്. ആ ഒരു ടോട്ടൽ 1000 ഐറ്റംസ് ഉള്ള ഒരു പോപ്പുലേഷൻ നമ്മൾ ഇൻ്റർവൽ ഓഫ് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വഴി ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നിന്ന് ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ഒരു ഫസ്റ്റ് ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഇൻ്റർവെൽ 5 ആണ്. സോ അടുത്ത 5 എണ്ണം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും നമ്മുടെ അടുത്ത സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഐറ്റം തേർഡ് വണ്ണാണെന്ന് വെച്ചു. തേർഡ് ഐറ്റം ആണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ നെക്സ്റ്റ് ഐറ്റം ഇപ്പോൾ എന്തായിരിക്കും, ഇൻ്റർവെൽ ഓഫ് 5. സോ 3 + 5 8th ഐറ്റം ആയിരിക്കും അടുത്ത സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് ഒരൈറ്റം സെലക്ട് ചെയ്താൽ മതി. ബാക്കി നമ്മൾ ആ ഒരു ഇൻ്റർവെല്ലിൽ ആഡ് ചെയ്ത് ബാക്കി ഐറ്റംസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. Systematic sampling is relatively simple technique and may be more efficient than simple random sampling. The time and work involved in sampling by this method is relatively smaller. This method will not give a representative sample if some hidden periodicities are existing in the universe. Systematic sampling is an easier and less costlier method of sampling and can be conveniently used even in case of large population. ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിൾ ടെക്നിക്കാണ്. അതുമാത്രമല്ല ടൈമും വർക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് വളരെ കുറവായിരിക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻ്റർവെൽ ഓഫ് 5 നമ്മളങ്ങ് എടുത്ത് പോവുകയാണ്. സോ ആ ടോട്ടൽ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും വരുമോ എന്നുള്ളത് നമുക്ക് ഷുവറായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ അതുമാത്രമല്ല ഇത് നമുക്ക് ഈസി ആയിട്ട് നടത്താം. അതുപോലെ തന്നെ ലെസ് കോസ്റ്റ്ലി മെത്തേഡും കൂടിയാണ്. ലാർജ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ക്ലസ്റ്റർ സാമ്പിളിംഗ് നോക്കാം. ക്ലസ്റ്റർ സാമ്പിളിംഗ് ഈസ് എ സാമ്പിളിംഗ് പ്രൊസീജിയർ ഇൻ വിച്ച് ദ എലമെൻറ്റ്സ് ഫോർ ദ സാമ്പിൾ ആർ ചോസൺ ഫ്രം ദ പോപ്പുലേഷൻ in groups or clusters rather than singly. Cluster sampling consisting in forming suitable clusters of units. All the units in the sample of clusters selected are surveyed. The clusters used are pre-existing natural or administrative groups of the population such as schools, colleges, factories, etc. ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നത് ഓരോ സിംഗിൾ എലമെൻറ്റ്സ് ആയിട്ടല്ല, പക്ഷേ നമ്മൾ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ക്ലസ്റ്ററിനകത്തെ ഓരോ യൂണിറ്റും നമ്മൾ സർവേ ചെയ്യും. ഈ ഒരു ക്ലസ്റ്ററിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഒരു സ്കൂളാകാം, അല്ലെങ്കിൽ കോളേജ് ആകാം, അല്ലെങ്കിൽ ഫാക്ടറി ആകാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രീ എക്സിസ്റ്റിംഗ് നാച്ചുറൽ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ആയിരിക്കും. Cluster sampling can be adopted when there would be no reliable list of the units of population or when it would be very expensive to collect such a list. നമ്മൾ ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് എപ്പോഴാണ് നടത്തുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിട്ടുള്ള പോപ്പുലേഷനിലെ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്സിനെ പറ്റിയുള്ള ഒരു റിലയബിൾ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത സമയത്തോ, അല്ലെങ്കിൽ അങ്ങനെ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിൽ നമ്മൾ സ്റ്റഡി നടത്തുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കേസിലാണ് നമ്മൾ ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് മെയിനായിട്ട് ചൂസ് ചെയ്യാറുള്ളത്. Cluster sampling is used in many surveys as it is very convenient and less costly. Tribal survey can be done by cluster sampling technique. Tribes are generally settled in particular areas. Simple random sampling will fail here. In such surveys, few settlements are selected as clusters and all the units of the selected clusters are surveyed. സാധാരണ നമ്മൾ ട്രൈബൽ സർവേ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്രൈബ്സ് ചില പർട്ടിക്കുലർ ഏരിയാസിൽ മാത്രമല്ലേ കാണത്തുള്ളൂ. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നടത്താൻ വേണ്ടി പോയാൽ അത് സക്സസ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് വെച്ചിട്ട് ആ ഒരു ഫ്യൂ സെറ്റിൽമെൻ്റ് ഉള്ള ആ ഒരു ഓരോ ക്ലസ്റ്റേഴ്സായിട്ട് സെലക്ട് ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവരി യൂണിറ്റിൻ്റെ ക്ലസ്റ്റർ നമ്മൾ സർവേ നടത്തും. അങ്ങനെയാണ് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് നടത്തുന്നത്. ഇനി ഏരിയ സാമ്പിളിംഗ് നോക്കാം. It is similar to cluster sampling. Under area sampling, total geographical area, when it is large, is divided into a number of smaller non-overlapping areas, and then some of the smaller areas are selected, and all of the selected areas constitute the sample. ഈ ഒരു ഏരിയ സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയിട്ട് സിമിലർ ആണ്. ഇവിടെ നമ്മുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ വളരെ ലാർജ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഏരിയനെ ചെറിയ നോൺ ഓവർലാപ്പിംഗ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിലേതെങ്കിലുമൊക്കെ സ്മോളർ ഏരിയ സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്ത ഏരിയക്കകത്തെ എല്ലാ യൂണിറ്റിലും നമ്മൾ സ്റ്റഡി നടത്തും. അങ്ങനെയാണ് ഈ ഒരു ഏരിയ സാമ്പിളിംഗ് നടത്തുന്നത്.
ഇനി quota sampling നോക്കാം. In this method, each investigator engaged in the primary collection of data is assigned a quota for investigation. Each investigator has to investigate a number of units from the quota fixed to him. This method is often adopted in marketing research studies. ഈ ഒരു മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി നടത്തുന്ന ഇൻവെസ്റ്റിഗേറ്ററിന് ഓരോ അസൈൻഡ് കോട്ടാസ് കൊടുക്കും. അതിനുശേഷം ആ ഒരു ഇൻവെസ്റ്റിഗേറ്റർ തനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു കോട്ടയ്ക്കകത്ത് നമ്പർ ഓഫ് യൂണിറ്റ്സിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മൾ മാർക്കറ്റിംഗ് റിസർച്ച് സ്റ്റഡീസിലൊക്കെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. This is a sampling procedure carried out in several stages. The population is regarded as made up of a number of first stage sampling units, each of which is made up of second stage units, etc. At first, the first stage units are sampled by some suitable method like simple random sampling. Then a sample of second stage units is selected from each of the selected first stage units by some suitable method. This procedure is extended. This method has the advantage of being flexible. ഈ ഒരു മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് പ്രൊസീജിയറിൽ പല സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഒന്നെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വഴി ഒരു സാമ്പിൾ സെലക്ട് ചെയ്യും. അതിനുശേഷം ആ ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സാമ്പിളിനകത്തുനിന്ന് നമ്മളൊരു സെക്കൻഡ് സ്റ്റേജ് സാമ്പിൾ സെലക്ട് ചെയ്യും. അതിന് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ മെത്തേഡ് യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് സാമ്പിളിംഗ് നടത്തുന്നതാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗിൽ ചെയ്യുന്നത്. യൂഷ്വലി മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഈസ് അപ്ലൈഡ് ഇൻ ബിഗ് എൻക്വയറീസ് വിച്ച് കവർ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ. The advantage of this method are easier to administer. Large number of units can be sampled for a given cost. ഇത് വലിയ ജോഗ്രഫിക്കൽ ഏരിയയെ പറ്റിയുള്ള സ്റ്റഡിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഈ ഒരു മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് നടത്തുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് ചെറിയൊരു കോസ്റ്റിൽ സാമ്പിൾ ചെയ്തെടുക്കാനും പറ്റും. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഇസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രിൻസിപ്പിൾ ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ ഒരു ഹയർ വേർഷൻ എന്ന് വേണമെങ്കിൽ ഈ ഒരു മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് സീക്വൻഷ്യൽ സാമ്പിളിംഗ് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഈസ് അഡോപ്റ്റഡ് ഇൻ acceptance sampling plans in statistical quality control. When a particular lot is to be accepted or rejected on the basis of a single sample, it is known as single sampling. When the decision is taken on the basis of two samples, then it is known as double sampling. When it is based on more than two samples, it is multiple sampling. Thus, in this method, samples are taken one after another as desired. The ultimate size of the sample under this technique is not fixed in advance. This type of sampling design is called sequential sampling. സാധാരണ നമ്മൾ ഈ സീക്വൻഷ്യൽ സാമ്പിളിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു സാമ്പിൾ എടുത്തിട്ട് ആ ഒരു സാമ്പിളിൻ്റെ ബേസിലാണ് നമ്മൾ ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസിഷൻ നമ്മൾ രണ്ട് സാമ്പിളിൻ്റെ ബേസിലാണ് നടത്തുന്നതെങ്കിൽ അതിനെ ഡബിൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. രണ്ടിൽ കൂടുതൽ സാമ്പിളിൻ്റെ ബേസിസിലാണെങ്കിൽ മൾട്ടിപ്പിൾ സാമ്പിളിംഗ് എന്ന് പറയും. സോ നമ്മളിവിടെ എത്ര സാമ്പിൾസ് എടുക്കണം എന്നുള്ളത് ആദ്യമേ ഫിക്സ് ചെയ്യത്തില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അതിൽ കൂടുതൽ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന സാമ്പിളിനകത്ത് എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നുള്ളതും ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനത്തെ സാമ്പിളിംഗ് ടെക്നിക്കിന് പറയുന്നതാണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്നും. അപ്പോൾ ഇത്രയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. ഇനി നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. Non-probability sampling. Non-probability sampling is that sampling procedure which does not afford any basis for estimating the probability for each item to be included in the sample. ഈ ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാമ്പിളിനകത്തൊരു ഐറ്റം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാതെ നടത്തുന്ന സാമ്പിളിങ്ങിനെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സം ഓഫ് ദ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആർ. അപ്പോൾ ഒന്നാമത്തെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് പേർപ്പസീവ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയും. ഇതിന് മറ്റൊരു പേര് ഡെലിബറേറ്റീവ് സാമ്പിളിംഗ് എന്നാണ്. സോ ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അണ്ടർ പേർപ്പസീവ് സാമ്പിളിംഗ് ദ ഇൻവെസ്റ്റിഗേറ്റർ എക്സസൈസസ് ഹിസ് ഡിസ്ക്രിഷൻ ഇൻ ദ മാറ്റർ ഓഫ് സെലക്ടിംഗ് items that are to be included in the sample. He deliberately picks up those items which he thinks are the representative of the population. Therefore, in this method, items are selected on the judgment of the statistician. For instance, to study the economic condition of people in a country, few towns or villages can be deliberately selected which will represent the country. Under purposive sampling, therefore, the selection of item to be included in the sample entirely depends upon the direction of the statistician, and no formula or principle is followed. But the chances of personal prejudice and bias are always there.
The sampling design is rarely used in large inquiries. This method is not at all scientific. If the investigator is impartial, unbiased, wise, and experienced, the results obtained from a purposive sampling will be tolerable. ഈ ഒരു പർപ്പസീവ് സാമ്പിളിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സയൻറ്റിഫിക് ബേസിസിലല്ല നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ നടത്തുന്നത്. ഒരു സ്റ്റഡി നടത്തുന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഒരു പർപ്പസീവ് സാമ്പിളിങ് നടത്തുന്നത്. നമുക്കൊരു പോപ്പുലേഷൻ്റെ സ്റ്റഡി നടത്തുമ്പോഴത്തേക്ക് ആ ഒരു പോപ്പുലേഷനെ സ്റ്റഡിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊക്കെ ആയിരിക്കും ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ അസംഷൻ വെച്ചിട്ടാണ് ഇതിനകത്ത് സാമ്പിളിങ് സെലക്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു കൺട്രിയുടെ എക്കണോമിക് കണ്ടീഷൻ നമ്മൾ സ്റ്റഡി നടത്തുവാണെങ്കിൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ അസംഷൻ വെച്ചിട്ട് ചില ടൗൺസ് അല്ലെങ്കിൽ വില്ലേജസ് ഡെലിബറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സെലക്ഷൻ ഈ ഒരു കൺട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തിട്ട് സ്റ്റഡി നടത്തുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ട് എത്രമാത്രം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുമാത്രമല്ല ഇതൊരു അൺബയസ്ഡ് മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടും സാധിക്കത്തില്ല. ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക. ഇനി കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. Convenient sampling is one in which sample is obtained by selecting such units of the universe which may be conveniently located and contacted. Convenient sampling is not based on any rule. It is entirely based on convenience. Convenient sampling are usually biased and may not generally represent the population. ഈ ഒരു കൺവീനിയൻസ് സാമ്പിളിങ്ങിനകത്ത് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തുള്ള സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പം എനിക്ക് അന്റാർട്ടിക്കയിൽ പോയി സാമ്പിൾസ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ എൻ്റെ നിയർ ബൈ ലൊക്കേഷനുള്ള സാമ്പിൾ ഞാൻ കളക്ട് ചെയ്യും. പക്ഷേ അങ്ങനെ കളക്ട് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കളക്ഷൻ ആ ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുമോ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഈ ഒരു സെലക്ഷൻ പ്യുവർലി കൺവീനിയൻസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് സയൻറ്റിഫിക്കലി എത്രമാത്രം വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുമോ എന്ന് നമുക്ക് ഷുവറായിട്ട് പറയാനും സാധിക്കത്തില്ല. ഇനി ഹസാർഡ് സാമ്പിളിംഗ്. ഹസാർഡ് സാമ്പിളിംഗ് ഈസ് വൺ ഇൻ വിച്ച് ദി ഇൻവെസ്റ്റിഗേറ്റർ സെലക്ട് സാമ്പിൾസ് വിത്തൗട്ട് following a structured technique but avoiding any conscious bias or predictability. The result obtained from haphazard sampling cannot be relied upon to arrive at a conclusion about the population. ഈ ഒരു സാമ്പിളിംഗ് പ്രൊസീജിയറിനകത്ത് ഇൻവെസ്റ്റിഗേറ്റർ ഒരു പ്രത്യേക ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ടെക്നിക്കൊന്നും വെച്ചിട്ടല്ല ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ മാക്സിമം ബയസ് അല്ലെങ്കിൽ പ്രഡിക്റ്റബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും ഒരു പോപ്പുലേഷനെ പറ്റിയുള്ള കൺക്ലൂഷൻസ് തരുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ 3 മെത്തേഡ്സാണ് മെയിനായിട്ട് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ കീഴിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് സാമ്പിളിംഗ് എറേഴ്സ് ആണ്. ദ എറേഴ്സ് അറൈസിങ് ഡ്യൂ ടു ഇൻആക്യുറസി ഇൻ ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ആൻഡ് ഇൻ ദ ഇൻഫറൻസ് ഡ്രോൺ അബൌട്ട് ദ പോപ്പുലേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സാമ്പിൾ ഈസ് ടേംഡ് ആസ് സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിലുള്ള ഇൻആക്യുറസി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്തതിലുള്ള തെറ്റ് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന എറേഴ്സാണ് സാമ്പിളിംഗ് എറർ. ഈവൻ ഇഫ് മോസ്റ്റ് കെയർ ഹാസ് ബീൻ ടേക്കൺ ഇൻ സെലക്ടിംഗ് എ സാമ്പിൾ, ദ റിസൾട്ട് derived from a sample study may not be exactly equal to the true value of the population. Hence, sampling give rise to certain errors known as sampling errors. Therefore, sampling error is non-existent in complete enumeration survey. Sampling errors may be biased or unbiased. Biased errors are due to chance differences between values included and not included in the sample. നമ്മളിപ്പം ഒരുപാട് കെയർ എടുത്താണ് ഒരു സാമ്പിൾ ബിൽഡ് ചെയ്തെടുത്തെങ്കിലും ചിലപ്പോഴൊക്കെ ആ ഒരു സാമ്പിളിൻ്റെ റിസൾട്ട് ആ ഒരു പോപ്പുലേഷൻ്റെ ട്രൂ വാല്യൂ ആയിട്ട് ഈക്വൽ ആകാനുള്ള ചാൻസ് കുറവുണ്ട്. സോ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് എറേഴ്സ് ഉണ്ടാവും. സോ ആ ഒരു എറേഴ്സിനെ നമ്മൾ സാമ്പിളിംഗ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സാമ്പിളിംഗ് എറർ ഒന്നെങ്കിൽ ബയസ്ഡ് എറർ ആവും അല്ലെങ്കിൽ അൺബയസ്ഡ് എറർ ആവും. ഈ ഒരു ബയസ്ഡ് എറേഴ്സ് മെയിനായിട്ട് ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ചില വാല്യൂസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് തെറ്റായിരിക്കും, അല്ലെങ്കിൽ ചില വാല്യൂസ് നമ്മൾ മനഃപൂർവ്വം ഇൻക്ലൂഡ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാകും. സോ അതിൻ്റെയൊക്കെ ഒരു ബേസിസിലായിരിക്കും ഒരു ബയസ്ഡ് എറേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. The sampling errors occur randomly and they are compensatory type. Therefore, their expected value is 0. When the sample size increases, sampling error decreases. If the population is homogeneous, then the sampling error becomes smaller. ഈ ഒരു സാമ്പിളിംഗ് എറർ റാൻഡം ആയിട്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാമ്പിളിംഗ് എററിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ 0 എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു സാമ്പിൾ എററിൻ്റെ ഡിക്രീസ് ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പോപ്പുലേഷൻ ഹോമോജീനിയസ് ആണെന്ന് വെച്ചാൽ, അതായത് ആ ഒരു പോപ്പുലേഷനിൽ നമ്മൾ സ്റ്റഡി നടത്തുന്ന ഐറ്റംസ് എല്ലാം സിമിലർ ആണെങ്കിൽ ആ ഒരു സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇനി നോൺ സാമ്പിളിംഗ് എറർ നോക്കാം. ദ എറേഴ്സ് അറൈസിങ് മെയിൻലി അറ്റ് ദ സ്റ്റേജസ് ഓഫ് ascertaining and processing of data are termed as non-sampling errors.
They occur both in complete enumeration and sample survey. Non-sampling errors occur at every stage of planning and execution of the census survey. Non-sampling errors may arise from one or more of the following factors. 1. Data collected are inadequate and not consistent with the objective of the survey. Inappropriate statistical unit, lack of trained and experienced investigators, errors in presentation and summarization of the data. ഈ ഒരു നോൺ സാമ്പിളിംഗ് എറേഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റയിലൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഒരു നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാകുന്നത്. ഈ ഒരു നോൺ സാമ്പിളിംഗ് എറേഴ്സ് മെയിനായിട്ട് ഉണ്ടാക്കാനുള്ള റീസൺസ് ഒന്നെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ ഇൻഅഡിക്വേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ ആവില്ല നമ്മൾ കളക്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്ററുടെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കുറവും കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രസൻറ്റേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ സമ്മറൈസ് ചെയ്തതിലുള്ള എന്തെങ്കിലും എററൊക്കെ കൊണ്ടായിരിക്കും ഈ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാകുന്നത്. Determination of sample size. In sampling analysis, it is imperative to determine carefully the appropriate size of the sample. If the size of the sample is very small, the sample will not represent the universe properly, so that the inference drawn in that case may not be true. On the other hand, if the size is very large, it will become unmanageable. Therefore, an optimum size of the sample is to be determined. For this, the researcher must keep in view the following points. നമ്മൾ സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ആ ഒരു എടുത്തിട്ടുള്ള സാമ്പിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേറ്റ് സൈസ് ആയിരിക്കണം. സാമ്പിൾ സൈസ് വളരെ കുറഞ്ഞു പോവുകയാണെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനെ അത് കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യത്തില്ല. ഇനി സാമ്പിൾ സൈസ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മളൊരു ഒപ്റ്റിമം സൈസ് ഓഫ് ദ സാമ്പിൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ, ഒന്ന് നേച്ചർ ഓഫ് ദി യൂണിവേഴ്സ്, വെദർ ഹോമോജിനസ് ഓർ ഹെട്രോജിനസ്. നമ്മൾ സ്റ്റഡി നടത്തുന്ന ആ ഒരു പോപ്പുലേഷനിൽ യൂണിറ്റ്സിനെ പറ്റിയുള്ള യൂണിറ്റ്സിൻ്റെ നേച്ചർ, ചിലപ്പോൾ ആ യൂണിറ്റ്സ് എല്ലാം സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നിന്നുള്ളതായിരിക്കും. സോ നമ്മൾ ആ ഒരു യൂണിറ്റ്സിൻ്റെ നേച്ചർ ആദ്യമേ തന്നെ നോക്കണം. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻസ് എത്രയാണെന്ന് നോക്കുക. സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി ഡിസൈഡ്, നമുക്ക് എത്ര ആക്യുറസിയിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കണം എന്നുള്ളത്. പിന്നെ നേച്ചർ ഓഫ് സ്റ്റഡി, വെദർ ഇൻറ്റൻസീവ് ഓർ എക്സ്റ്റെൻസീവ്, പിന്നെ നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റഡിയാണോ അല്ലെങ്കിൽ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി, അങ്ങനെയുള്ള നേച്ചർ ഓഫ് സ്റ്റഡി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സൈസ് ഓഫ് ദി യൂണിവേഴ്സ്, ആ ഒരു പോപ്പുലേഷൻ്റെ സൈസ് വളരെ കൂടിയ പോപ്പുലേഷനാണോ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്, നമ്മളിപ്പോൾ പറഞ്ഞ സാമ്പിളിംഗ് മെത്തേഡ്സ് പറഞ്ഞു. സോ ഇതിലേത് മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അവൈലബിലിറ്റി ഓഫ് ടൈം, നമുക്ക് ഈ ഒരു സാമ്പിളിംഗ് പ്രൊസീജിയർ ഇന്ന ടൈമിനുള്ളിൽ തീർക്കേണ്ടതാണോ ആ ഒരു അവൈലബിലിറ്റി ഓഫ് ടൈമിനും ഡിപ്പെൻഡ് ചെയ്യും. ഓൺ ദ ബേസിസ് ഓഫ് ദ എബോ മെൻഷൻ പോയിന്റ് ദ സാമ്പിൾ സൈസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. സോ ഈ ഒരു 7 ഫാക്ടേഴ്സ് കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ സാമ്പിളിൻ്റെ സൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയാണ് നമ്മൾ സാമ്പിളിംഗ് തിയറിയിൽ പഠിക്കുന്നത്. ഇത് പ്യുവറായിട്ടൊരു തിയറി പേപ്പറാണ്. സാമ്പിളിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് നടത്തേണ്ടത്, എന്തിൻ്റെയൊക്കെ ബേസിലായിരിക്കും നമ്മൾ സാമ്പിളിംഗ് നടത്തുന്നതെന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങളിത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. തിയറി ആയതുകൊണ്ട് നിങ്ങൾ വായിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ഈ ഒരു പോർഷൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.